ഹലോ കൂട്ടുകാരെ, ഇത് നമ്മുടെ കുളം നിർമ്മാണത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഇന്ന് ഞങ്ങൾ ഈവനിങ് ഒരു മണിക്കൂർ 1.25 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് ആ കുളത്തിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് വെളുത്ത പാറക്കല്ലുകൾ അടുക്കി വെച്ചു. അങ്ങനെ ഞങ്ങൾ തൊടിയിൽ നിന്ന് തന്നെ കുറേ വെള്ള കളർ തോന്നിച്ച പാറക്കല്ലുകളൊക്കെ പെറുക്കിയെടുത്ത് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ മുക്കി വെച്ച്, പിന്നെ ഞാനും നന്ദുക്കുട്ടനും കൂടെ നന്നായിട്ടത് തേച്ച് മിനുക്കിയൊക്കെ എടുത്തു. അത്യാവശ്യം മഴയൊക്കെ പെയ്ത് ചെളിയൊക്കെ നിറഞ്ഞിരിക്കുമായിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴുകി കളഞ്ഞു. നന്ദു എന്നെ കുറേ ഹെൽപ്പ് ചെയ്തു. ഇടയ്ക്ക് കല്ല് അവൻ്റെ കയ്യിലൊന്ന് മുട്ടുകയൊക്കെ ചെയ്തു, പക്ഷേ കുഴപ്പമൊന്നുമില്ല, അവന് പെയിനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ കുത്തിയിരുന്ന് അത് തേച്ച് മിനുക്കി എടുത്ത് ഓരോരോ കല്ലുകളായിട്ട് ഞാൻ ആ സൈഡിൽ കൂടെ അടുക്കി നല്ല ഭംഗിക്ക് അടുക്കി വെച്ചു. കുളത്തിന് ചുറ്റും വെക്കാനുള്ളത്ര ഇല്ലായിരുന്നു. തൊടിയിൽ നിന്ന് പെറുക്കിയെടുത്ത ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ പെറുക്കിയെടുത്ത കല്ലുകളാണത്. ഇനി നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കുറച്ചുകൂടെയൊക്കെ കല്ല് കളക്ട് ചെയ്തിട്ട് ഇതുപോലെ ചുറ്റും അടുക്കി വെക്കാനാണ് പ്ലാൻ. പിന്നെ വേറെ എന്തെങ്കിലും ഐഡിയാസ് അപ്പോൾ തോന്നുവാണെങ്കിൽ അതുകൂടി ആഡ് ചെയ്യണമെന്നുണ്ട്. ഇപ്പം നമ്മൾ കുളത്തിൽ ഇന്നലെ വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു, ജസ്റ്റ് തളിച്ചതേ ഉള്ളൂ. നിറച്ചിട്ടിട്ട് പിന്നെ അത് കോരിക്കളഞ്ഞ് പിന്നെ ഇന്ന് രാവിലെ ഒന്ന് തളിച്ചു കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർത്ത് നന്ദുക്കുട്ടൻ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പം കുറച്ചേറെ വെള്ളം ഒഴിച്ചു കൊടുത്ത്, നന്ദു തെന്നി വീണതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. പക്ഷേ അവനൊന്നും പറ്റിയില്ല കേട്ടോ, അവനിരുന്ന് ചിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഓർത്തു വന്നാൽ അവൻ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പം കുറച്ച് വെള്ളം ഒഴിച്ച് നിറച്ചിട്ട് അവനെന്തൊരു സന്തോഷമാവുമല്ലോ എന്ന് ഓർത്ത് അവനെ കൊണ്ട് തന്നെ വെള്ളം നിറപ്പിക്കാം എന്നാണ് വിചാരിച്ചത്. അപ്പം ഈവനിങ് അവൻ വന്നു കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ കുളത്തിലേക്ക് അങ്ങ് ഇറങ്ങുമായിരുന്നു. അവന് കാപ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവൻ ഭയങ്കര ഹാപ്പിയാണ്. ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തു. ഈ കുളം നിർമ്മാണത്തിന് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് മുന്നിൽ നിന്നത് ഇവനായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വെള്ളം നിറയ്ക്കാൻ അവൻ്റെ തന്നെ കൊടുത്തു. കുറേ നേരം പിടിച്ചു നിന്നു. കൈയൊക്കെ കഴുകാൻ തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ എൻ്റെ കൈയും എടുത്തു, ഇനി അമ്മ പിടിക്കാൻ പറഞ്ഞു. അത് വേറൊന്നിനുമല്ല, ഞാൻ ആ വെള്ളം നിറയ്ക്കുന്ന നേരത്തിന് അവന് കുളത്തിൽ ചാടണം, അതിന് വേണ്ടിയായിരുന്നു. പിന്നെ അവൻ കുളത്തിൽ ചാടി. ആദ്യം എന്നോട് കാല് നനച്ചോട്ടെ എന്ന് ചോദിച്ചു, പിന്നെ അവൻ കൈ നനച്ചു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മ എൻ്റെ പുറം കുറച്ച് നനഞ്ഞെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ഞാനൊന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. ഇരുന്നു, പിന്നെ കടന്നു, പിന്നെ ഭയങ്കര മേളമായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ മൊത്തം നനഞ്ഞ് നിൽക്കുന്നത്. എന്തായാലും ഇറ്റ് വാസ് എ സക്സസ്ഫുൾ ഡേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് കാണാം. താങ്ക് യു.